ഒരു രൂപ പോലും പരസ്യത്തിന് മുടക്കാതെ ഒരു രീതിയിലും ഓൺലൈൻ പ്രസൻസ് ഇല്ലാതെ ഫിസിക്കൽ സ്റ്റോഴ്സിലൂടെ മാത്രം ഇന്നത്തെ കാലത്ത് ഒരു സംരംഭം വിജയിക്കുമോ? ദ ആൻസർ ഈസ് എ പെർഫെക്റ്റ് യെസ്. കഥ അറിയുന്നതിന് മുൻപ് ഇത് ജൂൺ മാസമാണ്. എൻട്രിയിൽ ഇപ്പോൾ എഡ്യു എക്സ്പോ നടക്കുകയാണ്. നിങ്ങളെ ജോലിയിൽ മികച്ചതാക്കുന്ന കൊമേഴ്സ് അപ്സ്കില്ലിംഗ് കോഴ്സുകളിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എൻറോൾ ചെയ്യാം. ഡീറ്റെയിൽസ് താഴെയുണ്ട്. സോ വെറും 7 വർഷം കൊണ്ട് ഇന്ത്യൻ ഫാഷൻ മേഖലയിലെ തഴക്കവും വഴക്കവും വന്ന ബ്രാൻഡുകൾ പോലും അതിശയിച്ചു നിന്നുപോയ ആ യെസ്സിന് പിന്നിലെ ശബ്ദം ആരുടേതാണ്? ടാറ്റ Zudio. Now let's talk the business. The real story begins in 1998. ലാക്മേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 50% ഓഹരികളും ടാറ്റ ഗ്രൂപ്പ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിൽക്കുന്നു. ആൻഡ് ദെൻ റീഇൻവെസ്റ്റിംഗ് ഇറ്റ് ടു ട്രെൻഡ്. ഇന്ത്യൻ കോസ്മെറ്റിക് വിപണിയിലേക്കുള്ള ടാറ്റയുടെ ആദ്യ കാൽവെപ്പ്. എന്നാൽ രത്തൻ ടാറ്റയുടെ ഈ നീക്കം ഇന്ത്യൻ വിപണിക്ക് അന്ന് അനുയോജ്യമല്ലെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ വളർത്തമ്മ സിമോൺ ടാറ്റ സദേൺ മുംബൈയിൽ വെസ്റ്റ് സൈഡ് തുടങ്ങി. എന്നാൽ ചില്ലുകൂട്ടിലെ വസ്ത്രങ്ങൾക്ക് കാണുന്ന ഭംഗിയില്ലെന്ന് അകത്തുകയറി പ്രൈസ് ടാഗ് നോക്കിയ സാധാരണക്കാരൻ അറിഞ്ഞു. അങ്ങനെ വെസ്റ്റ് സൈഡ് വെറും സൈഡായി. സോ വാട്ട്സ് നെക്സ്റ്റ്? മട്ടിലും ഭാവത്തിലും പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന നല്ല സ്റ്റൈലൻ ഡ്രസ്സുകൾ 1000 രൂപയിൽ താഴെ കിട്ടുന്ന, ആളുകൾക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ കട. പരസ്യങ്ങളില്ലാതെ ആളുകൾ വാമൊഴി പറഞ്ഞു പരത്തുന്ന പ്രൊമോഷൻ മാത്രം ഉപയോഗിച്ച് സുഡിയോയുടെ ആദ്യ ഔട്ട്ലെറ്റ് 2016 ബാംഗ്ലൂരിൽ. എന്നാൽ സുഡിയോയുടെ തലവര മാറ്റിമറിക്കുന്നത് കോവിഡ് കാലമാണ്. ലോക്ക്ഡൌൺ കാലത്ത് പൂട്ടിപ്പോയ പല ബിസിനസ്സുകളുടെയും ഒഴിഞ്ഞുകിടന്ന കെട്ടിടങ്ങൾ സുഡിയോ മാനേജേഴ്സ് കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കുന്നു. ലോക്ക്ഡൌൺ കാലം കഴിഞ്ഞതോടെ എല്ലാ നഗരങ്ങളിലും സുഡിയോയുടെ ഒരു ഔട്ട്ലെറ്റ് എങ്കിലും കാണാമെന്നായി. സ്റ്റൈൽ ആൻഡ് കാഷ്വൽ ഡ്രസ്സുകൾ മറ്റു ബ്രാൻഡുകളേക്കാൾ വിലക്കുറവിൽ കണ്ടതോടെ എല്ലാവരും ഞെട്ടി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1 മിനിറ്റിൽ പല ഔട്ട്ലെറ്റ്സിലായിട്ട് സുഡിയോ വിറ്റത് 250 ടീഷർട്ട്, 180ഓളം ലിപ്സ്റ്റിക്സ്. 2025 5200 കോടി രൂപയുടെ വിറ്റുവരവോടെ ഫാഷൻ രംഗത്ത് സുഡിയോ സ്ഥാനം കണ്ടെത്തി. വാട്ട് കുഡ് ബി ദാറ്റ് ഗൊറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിഹൈൻഡ് ദിസ് സക്സസ്? ടാറ്റ ഹാഡ് എ വെരി ക്ലിയർ ടാർഗറ്റ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന 41% ഈ കാറ്റഗറിയാണ്. യൂട്യൂബ് കാണുന്നവരിൽ 20% ഇവരാണ്. ഇവർ ജനിച്ചു വീണതും വളരുന്നതും ടെക് സാവീസ് ആയിട്ടാണ്. പറഞ്ഞു വരുന്നത് ഫാഷൻ ലോകത്തെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇന്ത്യയുടെ പുതുതലമുറ ജെൻസി കാറ്റഗറി. സോഷ്യൽ മീഡിയയിൽ ഉണ്ടുറങ്ങുന്ന ഇവരെയാണ് ടാറ്റ നോട്ടമിട്ടതെങ്കിൽ എന്തുകൊണ്ട് ഒരു ഓൺലൈൻ സ്റ്റോർ പോലും സുഡിയോക്കില്ല? ഇന്ത്യൻ പുതുതലമുറയിലെ 80% യുവജനതയും ജീവിക്കുന്നത് നോൺ മെട്രോ സിറ്റീസിലാണ്. ഇത്തരം ടയർ 1, ടയർ 2 സിറ്റീസിലോട്ട് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നതിലെ ഇ-കൊമേഴ്സ് ഇഷ്യൂസ് ആണ് അതിന് കാരണം. ആൻഡ് ദെൻ മെയിൻറ്റെയിനിങ് ദാറ്റ് ലോ കോസ്റ്റ് ഫോർ ദ അപ്പാരൽസ് ആൻഡ് ആക്സസറീസ്. ശരാശരി 10,000 മുതൽ 20,000 വരെ മാസശമ്പളം വാങ്ങുന്ന യങ്ങർ ഗ്രൂപ്പിന് 700 രൂപയ്ക്ക് ജീൻസും 299 രൂപയ്ക്ക് ടീഷർട്ടും കൊടുക്കുന്നതിലെ ബിസിനസ് തന്ത്രം. ഓരോ ബിസിനസ്സും എഴുതിത്തീരാത്ത അധ്യായങ്ങളാണ്. പഴയ ആശയങ്ങൾക്ക് മേൽ പുതിയ ആശയങ്ങൾ അത് കാത്തിരിക്കുന്നുണ്ട്. പകർത്തലുകളല്ല, പകർനാട്ടങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇൻസ്പയർഡ് അഡോപ്ഷൻസ്. കാത്തിരിക്കൂ പുത്തൻ കാര്യങ്ങൾക്കായി. ബി വിത്ത് എൻട്രി കൊമേഴ്സ്.